ആ നേരെ ഇത്രയൊക്കെ ആയോ? ഈ നേരം വരെ ഈ വീട്ടിൽ ചായയും കടിയൊന്നും ആയില്ലേണാവോ? ഓ, തമ്പുരാട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്താ നീ ഇവിടെ കാട്ടണ്? നിന്റെ പലഹാരപ്പണി കഴിഞ്ഞില്ലേ? ആ, ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. കടലക്കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴേ എനിക്കത് താളിക്കുമ്പോഴുള്ള സ്മെല്ല് തീരെ പറ്റണില്ല. ആ സ്മെല്ല് വരുമ്പോഴേ ഛർദ്ദിക്കാൻ വരികയാണ്. ദോശയ്ക്ക് ചട്നി അരച്ചാൽ മതിയോ? എന്താ ഇപ്പോൾ ഒരു കൂട്ടം കൂടെയാണ്. അപ്പൊ ആ കടല വെള്ളത്തിലിട്ടത് എന്താ കാട്ടുക? കൊണ്ടേ കളയാൻ പറ്റുമോ നീ ഛർദ്ദിക്കണെന്നും പറഞ്ഞിട്ട്? അല്ല, ഇതൊക്കെ ഇപ്പൊ അത്ര കാര്യാക്കേണ്ട കാര്യമാണ് അപ്പൊ ഞാൻ ആലോചിക്കുന്നത്. എല്ലാ വയറ്റിക്കാരി പെണ്ണുങ്ങൾക്കും ഉള്ളത് തന്നെയാണ് ഈ ഛർദി നോക്കാനൊക്കെ. അതൊന്നും ഇത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമൊന്നും അല്ല. ഇങ്ങനെ മിഴിച്ചും കൊണ്ട് നിൽക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അരയ്ക്കാൻ നോക്ക്. ചട്നിയോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ. മനുഷ്യന് വിശന്നിട്ട് കയ്യും കാലും കുഴയാൻ തുടങ്ങി. എന്താ അവളുടെ ഒരു കൂട്ടത്തിന്റെ മാതിരി നോക്കാം. ലോകത്ത് ആദ്യമായിട്ട് അവൾക്കൊരു ദിവ്യഗർഭം ഉണ്ടാക്കിയപ്പോ. എങ്കടാ റംല, ഞാൻ അതാ കട വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണോ. കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. കുറച്ച് മീൻ വാങ്ങട്ടെ പറഞ്ഞിട്ടേ. ആവോ, നീ ഈ നേരത്ത് പോയിട്ട് മീൻ വാങ്ങി കൊണ്ടുവന്നിട്ട് എപ്പൊ കൂട്ടാൻ വെക്കാനാ? ആ കാര്യമൊന്നും പറയണ്ടാന്നു. നേരം വെളുക്കുമ്പോ തുടങ്ങിയതാണ് മീൻകാരൻ കാത്തും കൊണ്ട് നിൽക്കാനേ. അയാൾ ഇന്ന് വന്നിട്ടില്ല തോന്നണു. കുട്ടികൾക്കാണെങ്കിലോ മീനില്ലാണ്ട് ചോറ് ഇറങ്ങൂല്ല. ആ, അത് ശരി. എന്നാ നീ പോയിട്ട് വരുമ്പോഴേ ഇവിടേക്ക് 2 പാക്കറ്റ് പപ്പടം കൂടി വാങ്ങട്ടാ. ആ, മീൻ വാങ്ങിക്കണോന്നും ഇങ്ങട്? മീനൊന്നും വേണ്ടടി. ഇന്നലെ ഇവിടെ മീനായിരുന്നു കൂട്ടാനേ. അതിന്റെ ലേശം ചാറക്കി ഇരിക്കുന്നുണ്ട്. ആ, എന്നാ നിക്ക്, ഞാൻ പൈസ തരേ. പൈസയൊക്കെ ഞാൻ വന്നിട്ട് വാങ്ങാന്നോ, അല്ലെങ്കിലേ നേരം വൈകി. ആ, എന്താ ഈ നേലമൊക്കെ പശ ഒട്ടും പോലെ ഒട്ടുന്നുണ്ടല്ലോ. ഇന്ന് ഇവിടെ അടിച്ചിട്ടും തുടച്ചിട്ടൊന്നും ഇല്ലേ ഇവള്? ജെസിയേ, ജെസി, എന്താ നിനക്ക് ഈ വീട്ടിൽ ഇത്ര മലമറിക്കുന്ന പണി? നീ ഇന്നിവിടെ തുടച്ചിട്ടില്ലേ? നേരെ കൂട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. ആ, ഞാൻ തുടച്ചതമ്മ. ഓ, തുടച്ചതിന് കോലൊക്കെ ഇപ്പൊ കണ്ടു ഞാന്. നിലത്തൊക്കെ ഒട്ടിയിട്ട് കാല് വെക്കാൻ പറ്റുന്നില്ല. എന്താ ഇപ്പൊ ഇത്ര മലമറിക്കുന്ന പണി നിനക്ക് ഇവിടെ? ആകെ രണ്ടാൾക്കുള്ള ചോറും കൂട്ടാനും വെച്ച് വെക്കണം, ഒന്ന് ഉള്ളൊക്കെ ഒന്ന് അടിച്ചും തുടയ്ക്കണം. അതും ചെയ്യാൻ വയ്യേ? നേരെ വണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര നേരത്തേക്കുള്ള പണിയുണ്ട്. ഓ, 24 മണിക്കൂർ ഇങ്ങനെ സൂചിച്ചും കൊണ്ടിരിക്കണല്ലോ അല്ലേ? എന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കും. പറ്റുകയാണെങ്കിൽ ആ ചപ്പയെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഓട്ടി വിട്. ഒരു മനുഷ്യൻ കയറി വന്ന് എന്താ വിചാരിക്കുക? വൃത്തിയും വെടുപ്പില്ലാന്നല്ലേ തോന്നുള്ളൂ. സ്വത്തുമ്മ, നിനക്ക് നല്ല ക്ഷീണുണ്ടെങ്കിലേ ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കായിരുന്നില്ലേ? ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ടേ, ഇക്കാക്ക് കൊണ്ടുവന്നാക്ക് ഒഴിവില്ലാണ്ടാണ്. അവനക്ക് എന്താ ഇത്ര വല്ലാത്ത ജോലി തിരക്ക്? ഈ സമയത്ത് നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് അറിയില്ലേ? അവൻ്റെ അടുത്തേ നാളെ തന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാൻ പറയും. ആ, ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച അല്ലേ, ഇക്കാക്ക് ലീവ് ഉണ്ടാവും. നാളെ തന്നെ കൊണ്ടുവന്നാക്കാൻ പറയാ. എന്നാ വെയ്യെങ്കിലേ നീ കുറച്ചു നേരം പോയി കടന്നോ. ശരി എന്നാ. എന്താന്ന് മുബിന്റെ വിവരം? വിളിച്ചിട്ടുണ്ടായിരുന്ന അവള്? പെണ്ണിന് നല്ല ക്ഷീണുണ്ട് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു നാളെ തന്നെ ഇങ്ങോട്ട് വന്നോളാന്. അവൾക്ക് നല്ല റെസ്റ്റ് പറഞ്ഞിരിക്കുന്നു ഡോക്ടറെ. അവിടെ ഇരുന്നിട്ട് എങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ? ആ, അത് ശരിയാണ്. ജെസ്സിയോ, അവളില്ലേ ഇവിടെ? ഓ, ഉണ്ട് ഉണ്ട്. അപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. നല്ല ഛർദി ഉണ്ടോണൂല്ലേ അവൾക്ക്? ഛർദിയൊക്കെ ഇപ്പൊ ആർക്കും ഇല്ലാത്തത്. അതൊക്കെ ഒരു സമയം വരെയൊക്കെ ഉണ്ടാവും. എന്നാലും ഇപ്പത്തെ പെണ്ണുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ പറയുള്ളൂ. പണ്ടത്തെ ആൾക്കാരൊക്കെ 8-10 പ്രസവിച്ചത് ഈ ഡോക്ടർമാരിനെ കാണിച്ചിട്ടാ. ഞാനൊക്കെ എന്റെ 7 മക്കളെയും പ്രസവിച്ചത് വീട്ടിൽ തന്നെയായിരുന്നു. എന്നിട്ട് എനിക്ക് വല്ല കുഴപ്പം പറ്റിയോ? എന്നാലോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും കുഴപ്പം മൊത്തപ്പോഴത്തെ പെണ്ണുങ്ങൾ കാണേനു. ആ, അതൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെയൊക്കെ ഇപ്പോഴും ആവണമെന്ന് പറഞ്ഞാൽ നടക്കുമെന്നു നടക്കില്ല. അതന്നെ ഇപ്പൊ ഞാനും പറഞ്ഞു വരുന്നു. ആ, അതാ വരുന്നു. മൂപ്പര് വിളിക്കുന്നുണ്ട്. എന്താ നോക്കട്ടെ ഞാൻ പോയിട്ട്. ശരി എന്നാട്ടോളി. ഓ, നിനക്ക് കുറച്ചും കൂടി നീളമുള്ള ചൂല് എടുക്കായിരുന്നില്ലേ? എന്നാ പിന്നെ ഇത്രയും കൂടി കുനിയേണ്ട ആവശ്യം വരില്ലല്ലോ.
നീ പോയിട്ടേ അതാ ചൂലെടുത്തിട്ട് വാ. ആ അതുകൊണ്ട് അടിച്ചാ മതി. ഈ സമയത്തൊക്കെ നല്ല ദേഹമൊക്കെ ഇളകി പണിയെടുത്തോ. എന്നാലേ പ്രസവ സമയത്ത് ഒരു ഇടങ്ങറും ഇല്ലാണ്ടേ നല്ല സുഖമായിട്ട് പ്രസവിക്കാം. ഇവിടെയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടേ ഫ്രിഡ്ജിൽ മുന്തിരി ഇരിക്കണില്ലേ, അതെടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കിട്ടാ. പെണ്ണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ അവൻ ഇങ്ങോട്ട് പെണ്ണിനെ കൊണ്ടാക്കാൻ വന്നിട്ടേ ഇന്നിപ്പോ നിൽക്കും ഒന്നും അറിയില്ല. നിക്കില്ലാന്ന് പെണ്ണ് പറഞ്ഞായിരുന്നത്. ഇനിയിപ്പൊ അഥവാ നിൽക്കണെന്നുണ്ടെങ്കിലേ രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അതെന്താ വെച്ചാൽ നോക്കിയിട്ട് അപ്പൊ ചെയ്താൽ മതി. എന്താ പെണ്ണിന്റെ ഒരു കോലം നോക്കാ. എനിക്ക് അവിടെ തിന്നാനും കുടിക്കാനൊന്നും കിട്ടുന്നില്ലടി. പിന്നെ ചെക്കപ്പിനൊന്നും പോയില്ലടി നീ? ആ പോയി ഇമ്മ. സ്കാനിങ് ഒക്കെ എടുത്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ എന്നാലും നീ നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. എനിക്കേ ഒരു പ്രാവശ്യം അബോർഷൻ ആയതാണ്. അപ്പൊ നീ നല്ലോണം ശ്രദ്ധിക്കണം. അധികം കനുള്ള പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അവിടെ ഇനി എന്നെയും കൊണ്ട് ഒരു പണിയും ചെയ്യിക്കില്ല. ഒക്കെ അമ്മ തന്നെ ചെയ്യാ. ഞാൻ എന്തെങ്കിലും തൊട്ടും പിടിച്ചിട്ടൊക്കെ നിന്നാ മതി. ആ തള്ള ചെയ്യട്ടെ. തള്ളയ്ക്ക് നല്ല തണ്ടും തടി ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താണ്. നിന്റെ വർത്താനം കേൾക്കുമ്പോ നല്ല ക്ഷീണമുള്ള പോലെ ഉണ്ടല്ലോ. എന്ത് നിനക്ക് വെയ്യേ? ആ അത് ഞാൻ ഉറങ്ങായിരുന്നേ. ഫോൺ എടുക്കുന്ന കേട്ടപ്പോ എണിച്ചതാ. അതുകൊണ്ട് തോന്നിയിരിക്കും. ഡോക്ടർ ഇനി എന്നാ പോകാൻ പറഞ്ഞേ? നാളെ പോണമ്മ. നാളെ സ്കാനിങ്ങിനും പറഞ്ഞിട്ടുണ്ട്. നാളെ എന്നാ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുമ്പോഴേ ഞാനും കൂടി വരടി. വേണ്ടമ്മ, നിങ്ങളൊന്നും വരാൻ നിൽക്കണ്ട. ഇവിടുന്ന് ഉമ്മ വരുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പൊ എത്ര ആള് വേണം? അതുമല്ല, നിങ്ങൾക്കും അവിടെ ഓരോ തിരക്കുള്ളതല്ലേ. പാപ്പാക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ എന്നാ ഓരോ വെയ്യായി വരാന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചു ദിവസമായി അങ്ങോട്ട് വരണം പറഞ്ഞ് നിൽക്കണ് ഞാൻ. നിന്നെ കാണാനേ. എങ്ങനെ പാപ്പാനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരിക പറഞ്ഞിട്ടാണ്. ഏ നിങ്ങളൊന്നും വരാൻ നിൽക്കണ്ട. പാപ്പാനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ 7 മാസമായി പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരിക തന്നെയല്ലേ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യണ്? ജെസ്സി, ജെസ്സിയേ. എന്നാ ശരി ഉമ്മ, ഞാൻ നാളെ പോയിട്ട് വന്നിട്ട് വിളിക്കാട്ടോളെ. ആ എന്തിനമ്മ വിളിച്ച്? ഇതാണ്ടോ ഇതൊക്കെ മുബിന്റെ തുണികളാണേ. ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി തിരുമ്പിയിട്ട് വന്നാ. ആ പെണ്ണ് ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല അത്രേ. ഡോക്ടർ നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കത്രേ. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിരുമ്പിയിട്ടുള്ള ഒരു ഭയവും ഇല്ലേനു. എനിക്കും തീരെ വയ്യമ്മ. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ടേ പോയി കിടക്കണം പറഞ്ഞ് നിൽക്കായിരുന്നു ഞാൻ. അതിനിപ്പോ നിനക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലല്ലോ. അവളെന്താ റെസ്റ്റ് എടുക്കണെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞിട്ടാണേ. എന്താ അത്? അവള് കിടക്കണ കാണുമ്പോൾ നിനക്കും കിടക്കാൻ പൂതിയാകുക? അല്ലമ്മ, എനിക്കിപ്പോ 2 ദിവസമായിട്ടേ നല്ല ഇടുപ്പ് വേദന ഉണ്ട്. നാളെ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴുള്ളൂ അതൊന്ന് പറയണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ആ അത് വേണമെങ്കിൽ ഈ സമയം ആവാനാകുമ്പോഴുള്ള ഓരോ വേദന വരുത്തൊക്കെ ആയിരിക്കുവേ. അതിപ്പോ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞാൽ അവരും പണിയെടുക്കാൻ തന്നെ പറയുക. ഇനിയിപ്പൊ അഥവാ ഡോക്ടറെ അടുത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എടുത്താ പോരെ റെസ്റ്റ്. ഇങ്ങോട്ട് തേരി, ഞാൻ കൊണ്ടുപോയി തിരുമ്പിയിട്ട് വരാം. നീ ഇനി അതൊന്നും മെഷീനിലിട്ട് തിരുമ്പാൻ നിൽക്കണ്ടാട്ടാ. ആ പെണ്ണ് നല്ല നല്ല തുണികളായിരിക്കും. എളുപ്പപ്പണിക്ക് മെഷീനിലിട്ട് തിരുമ്പിയിട്ടേ ആക്കെ നാശാക്കി വെക്കണ്ട. എന്താ ജെസ്സിയെ, നിന്റെ തിരുമ്പലിപ്പോ കഴിഞ്ഞുള്ളൂ? ആ റംല താത്ത, തിരുമ്പലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. മുബി വന്നിട്ടുണ്ടേ. ഇത് അവളുടെ തുണികളാണേ. അപ്പൊ ഇതൊക്കെ എന്താ അവൾക്ക് ചെയ്താൽ പറ്റില്ലേ? അവൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലേ. റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടറെ. നിനക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോ? നീ എങ്ങനെ അവര് പറയാൻ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്നാലേ ഇരിക്കന്നെ ഉണ്ടാവുള്ളൂ. അവർക്കൊന്നും ഒരു കാലത്ത് ഒരു മനസ്സരിവും ഉണ്ടായില്ല. കുറച്ചൊക്കെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കന്നെ വേണം. എന്താ അത്? പെണ്ണിനിട്ട് പണിയിപ്പിക്കന്നെ ഏത് നേരം നോക്കിയാലും. ഇനിയിപ്പൊ നീ എന്താ കാട്ടാൻ ഉദ്ദേശിക്കുന്നത്? പ്രസവം കഴിയണവരെ അവിടെ തന്നെ കാണിക്കാ പറഞ്ഞിട്ടാ? ഓരോ മാസം ചെക്കപ്പിന് പോകുമ്പോ തന്നെ എത്ര കാശാ ചെലവാകുന്നത് നിനക്കും കൂടി അറിയണത് തന്നെയല്ലേ. ഇപ്പൊ സിസേറിയനും കൂടി പറഞ്ഞ സ്ഥിതിക്ക് എത്ര പൈസയാകും പറഞ്ഞിട്ടാണ് പ്രസവം കഴിയുമ്പോഴേക്കും. ഇതൊക്കെ ഈ ആച്ചക്കന്റെ കയ്യിൽ കിട്ടിയിട്ട് തന്നെ വേണ്ടേ? ഇക്ക പറഞ്ഞിട്ട് തന്നെയാണ് ആ ഡോക്ടറിനെ തന്നെ കാണിക്കാൻ കാരണം. ഇനി വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റിയാ പറഞ്ഞൊക്കെ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. അവ സമ്മതിക്കില്ല പറഞ്ഞാലേ നീ പറഞ്ഞ് സമ്മതിപ്പിക്കണം. കുറെയൊക്കെ കെട്ടി ആണുങ്ങളിൽ ബുദ്ധിമുട്ടൊക്കെ പെണ്ണുങ്ങൾ മനസ്സിലാക്കണ്ടേ. ഇത് കെട്ടി ആണിനെ പിഴിഞ്ഞ് ജീവിക്കുന്ന പെണ്ണുങ്ങളായാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ അതാ മുബിന്റെ പ്രസവവും നിന്റെ പ്രസവവും ഒക്കെ ഒരേ സമയത്താ വരാൻ പോണത്. അവര് പ്രസവത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് സഹായിക്കണ്ടേ.
നിന്റെ വീട്ടുകാരനെ പോലെ നമ്മളൊന്നും അറിഞ്ഞില്ലേ പറഞ്ഞിട്ട് കൈമലത്തിരിക്കാൻ പറ്റുമോ നമുക്ക്? പ്രസവം കഴിഞ്ഞാൽ പിന്നെ അവളിനെ കൂട്ടിക്കൊണ്ടുപോകണ ചെലവ് വേറെയും, കുട്ടിക്ക് സ്വർണവും അതും ഇതും പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ ആ ചക്കനെയും കൊണ്ട് ഒറ്റയ്ക്ക് സഹിക്കാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതൊന്നും അവൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണ് പെറ്റ വയറിനല്ലേ കത്തുള്ളൂ. എത്ര മനുഷ്യന്മാരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് പ്രസവിക്കുന്നത്. അതാകുമ്പോ ഇങ്ങനെയുള്ള ചെലവ് വല്ലതും ഉണ്ടോ? നീയൊന്നേ കൊട്ടക്കണക്കിന് ഏറ്റി കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഇങ്ങോട്ട് വരുമ്പോഴേ. നീയേ അവൻ വിളിക്കുമ്പോ കാര്യം പറയേ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറുകയാണെന്ന്. വിവരം പോലെ പറഞ്ഞാലേ അവൻക്ക് കാര്യം മനസ്സിലാവൂ. ഇക്കെല്ലാം കേട്ടിട്ടുണ്ട്. നീ ബാക്കിയും കൂടി ഉമ്മന്നെ പറഞ്ഞോളി. എന്താടി എന്നെ അവനും കൂടി തെറ്റിക്കാൻ വേണ്ടി ഒരുമിട്ട് ഇറങ്ങിക്ക? ജെസിയെ, നീ ഫോൺ കട്ടായിക്കോ. ഉമ്മാക്കിനി ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല. ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നീ ഇങ്ങോട്ട് വരണോ വരണ്ടേ എന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ.